Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഉന്നക്കായയാണ്. മലബാറിലെ എല്ലാ വിശേഷ അവസരങ്ങളിലും അതുപോലെ തന്നെ ഇഫ്താർ സൽക്കാരങ്ങളിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പലഹാരമാണ് ഉന്നക്കായ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്കിന്ന് ഉന്നക്കായ തയ്യാറാക്കാം. ഇവിടെ ഞാൻ 2 ഏത്തപ്പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണിത്. ഒരുപാട് പഴുത്ത് അങ്ങ് കറുത്ത് പോയ ഏത്തപ്പഴം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഉരുട്ടിയൊക്കെ എടുക്കാൻ ഇച്ചിരി പാടായിട്ട് വരും ഒത്തിരി പഴുത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു മീഡിയം പഴുപ്പിൽ നിൽക്കുന്ന ഏത്തയ്ക്ക ഉപയോഗിച്ചാൽ മതി. ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാനായിട്ടാണ് പോകുന്നത്. ഞാനിവിടെ തൊലി കളഞ്ഞിട്ടാണ് പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. ആവി കയറ്റിയതിന് ശേഷം ഇത് നമുക്ക് ചൂടോടെ തന്നെ ഒന്ന് ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ തൊലിയൊക്കെ കളയാനായിട്ട് പിന്നെ പാടാണ്. അതുകൊണ്ട് ആദ്യമേ തൊലി കളഞ്ഞിട്ടങ്ങ് വെക്കുവാണെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. തൊലിയും അതുപോലെ തന്നെ ഈ നാരുകളും എല്ലാം ഇതിൽ നിന്ന് മാറ്റിക്കളയണേ. ഇനി ഇത് 1, 2, 3 ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചുകൂടെ വെക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഈ കറുത്ത കുരു ആണെങ്കിൽ മാറ്റാവുന്നതാണ്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ കറുത്ത കുരു ഈ സമയത്ത് അങ്ങ് എടുത്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് പുഴുങ്ങിയാൽ മതി. അപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് പുഴുങ്ങിയെടുക്കുവാണേ. അപ്പോൾ ഇത് നേരെ സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം. സ്റ്റീമറിൽ ഞാൻ ആവി കയറാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ആവി കയറിയാൽ മതി. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കത് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഏത്തക്കായ വെന്ത് വരുന്ന സമയം കൊണ്ട് ഉന്നക്കായയുടെ ഉള്ളിൽ നിറയ്ക്കാനുള്ള മിക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 7-8 കാഷ്യൂനട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കാഷ്യൂനട്ടിൻ്റെ കളർ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അതും ഒരു 10-12 എണ്ണം ഒക്കെ മതിയാവും. ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്ന ഈ കൂട്ട് 2 ഏത്തക്കായുടെ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാനുള്ള കൂട്ടാണ്. ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരണേ, അതാണ് കണക്ക്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഏലക്ക മതി കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഏലക്കയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് അങ്ങോട്ട് വരാൻ തുടങ്ങും. ഇനി ഈ കൂട്ടിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1 ടേബിൾ സ്പൂൺ മധുരം മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇത് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ശർക്കര ചേർക്കുന്നവരുണ്ട്, അതൊക്കെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പഞ്ചസാരയും കൂടെ ഒന്ന് അലിഞ്ഞ് ചേരണം ഇതിലേക്ക്. ചെറിയ തീ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മതി, കൂട്ടിൻ്റെ പാകം ഇത്രയും മതി. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അങ്ങ് ഓഫ് ചെയ്യാമേ. ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒന്ന് ചൂടാറി വരാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഏത്തക്ക ഏകദേശമൊക്കെ വെന്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏത്തപ്പഴം നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അത്യാവശ്യം ചൂടുള്ളപ്പോഴേ ഇത് ഉടച്ചാൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏത്തക്ക പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കാം. ഒരു തവി വല്ലതും ഉപയോഗിച്ച് ഉടച്ചേച്ചാൽ മതി. ഇപ്പോൾ ഏത്തക്ക കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് പോവാണ്. അതിനു മുമ്പേ കയ്യിൽ കുറച്ചൊന്ന് എണ്ണ വരട്ടി കൊടുക്കാം. ഏത്തക്ക കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ വരട്ടിയിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളയാക്കി എടുക്കാം. എന്നിട്ട് ഈ കയ്യിലേക്ക് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് ഈ തേങ്ങാക്കൂട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ 2 സൈഡും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മിക്സ് ഒട്ടും പുറത്തേക്ക് പോരാത്ത രീതിയിൽ ആദ്യം ഒട്ടിച്ചെടുക്കണം. എന്നിട്ടിത് പതുക്കെ കൈയുടെ നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഷേപ്പാക്കി എടുത്താൽ മതി.
ഇതാ ആദ്യത്തെ ഒരെണ്ണം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കറുത്ത കുരു മാറ്റുവാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കാണത്തില്ല, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ എണ്ണയെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ കറുത്ത കുരു അതിൽ നിന്ന് മാറ്റിയേക്കണേ. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയും കൂടി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാവേ. അടുത്തതും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയ്യിൽ തൂത്ത് കൊടുക്കണേ. അപ്പം മൊത്തം ഇതുപോലെ ഒന്ന് പരത്തി ഫില്ല് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാനായിട്ട് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടായി വരുന്നുണ്ട്. ആ സമയത്ത് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. നല്ല തീ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പഴമെല്ലാം ആയതാണല്ലോ, പിന്നെ ഇതിൻ്റെ പുറംവശം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മലബാർ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായാണ് നമ്മളിന്ന് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉന്നക്കായ കഴിക്കാത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഇനി നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സും ഇതുപോലെ ഉണക്കമുന്തിരി ഒന്നും ഇല്ലെങ്കിൽ അതില്ലാതെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. തേങ്ങ മധുരം ഇട്ട് നെയ്യ് വറുത്തെടുത്താൽ മാത്രം മതി, ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടിട്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ദിവസം വേറെ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്